ഈ വീഡിയോ ഞാൻ കുറച്ചു കാലം മുന്നേ എടുത്തു വെച്ചായിരുന്നു കേട്ടോ. സമയപരിമിതി മൂലം അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതായിരുന്നു. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ഫുള്ള് ലൈറ്റും ഡെക്കറേഷൻസൊക്കെ. ഇത് ഡിസംബർ ടൈമിൽ ഞങ്ങൾ വെഗാസിറ്റി മോളിൽ പോയപ്പോൾ ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഫോണിൽ കാണുന്ന പോലെ എല്ലാം നേരിട്ട് കാണുന്ന സമയത്ത് അടിപൊളിയായിട്ട് ഒരുവിധം എല്ലാ മോൾസിലും ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ വെഗാസിറ്റി മോളിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നെറുകയിലിളവയിൽ തഴുകിയ താമര മലരു പോലോ മനെ, തളരുമുരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ. ഇതവിടെ കുട്ടികളുടെ ഫ്ലാഷ് മോബ് നടക്കുകയായിരുന്നു കേട്ടോ. എനിക്കിത് കാണുമ്പോൾ ഇപ്പോഴും ഭയങ്കര ആഗ്രഹം തോന്നാറുണ്ട് ഇതേപോലെ ചെയ്യണം എന്നുള്ളത്. ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ വിചാരിക്കും, ഏതെങ്കിലും ഒരു ഡാൻസ് ട്രൂപ്പിൽ ചേർന്നിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പബ്ലിക് പ്ലേസിലൊരു ഫ്ലാഷ് മോബ് പോലെ. എനിക്കത് ഭയങ്കര ഒരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിൽ. പക്ഷേ ഈ പറയണ പോലെ നമുക്ക് അതിനുള്ളൊരു ഇത് കിട്ടിയിട്ടേ ഇല്ല. അതേപോലെ തന്നെ കുറേ പേര് ഈ ഇൻസ്റ്റഗ്രാമിൽ റീൽസിലൊക്കെ ഇങ്ങനെ ഡാൻസ് സ്കൂളിൽ നിന്ന് കുറേ ഇടുമല്ലോ. അപ്പോൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ശരാ എനിക്കതേപോലെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലോ. കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷം തരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഫുള്ളായിട്ട് ഡാൻസിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നും. പക്ഷേ പിന്നെ കുറേ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്കത് സാധ്യമല്ല എന്നുള്ളത് ബോധ്യമാവും. ഇത് വെഗാസിറ്റി മോളിലുള്ള മസാജിങ് ചെയറാണ് കേട്ടോ. ഞങ്ങൾ എപ്പോൾ വരുമ്പോഴും കാണുന്നുള്ളതല്ലാതെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും അമ്മയും കൂടെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യായിരുന്നു കേട്ടോ. ഇത് ഓരോ റേറ്റിനനുസരിച്ചിട്ടാണ്. ഫുൾ ബോഡി ആണെന്നുണ്ടെങ്കിൽ അതിനൊരു റേറ്റ്, ഫൂട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു റേറ്റ്. അങ്ങനെ അമ്മയുടെ മുഖത്തുള്ള പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് ബാക്ക് പെയിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചെയ്തിട്ട് എന്തെങ്കിലും ആവുമോ എന്നുള്ളൊരു പേടിയാണ്. ഏട്ടനും അത് തന്നെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അമ്മ അത് കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു, ഇല്ല നല്ല സുഖം ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ ബോഡി തന്നെയാണ് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ മാത്രം ഫുഡ് മസാജാണ് ചെയ്തത്. അതാണ് ഇങ്ങനെ ആ കാല് മാത്രം അതിലിങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ എന്തോ ഒരു രണ്ട് ഉണ്ട വന്നിട്ട് ഇങ്ങനെ നല്ലോണം നമ്മളിങ്ങനെ ഇടിച്ചിട്ട് പോണ പോലുള്ളൊരു ഫീലാണ് നമുക്ക് തരിക. എനിക്ക് ഈ മസാജിങ്ങും സ്പാ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര അതിങ്ങനെ ചെയ്യണം, അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സേഷൻ കിട്ടും, അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ. വിഘ്നേഷ് ചേട്ടന് അതിനോട് വലിയ താല്പര്യം ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ താല്പര്യമുണ്ട്. പക്ഷേ ഭയങ്കര കത്തി റേറ്റ് പറയുമ്പോൾ നമുക്കത് ചെയ്യേണ്ടെന്ന് തോന്നുകയും ചെയ്യും. കുഞ്ഞു പീലി പോ മൂകം നെഞ്ചിലായി നിന്നെ കാത്തു ഞാൻ, താനേ വാർന്നു നീ വർഷധാരയായി മാറി എന്നിനി വേനലാളവേ. അരുമയായി കൺപീലിയിൽ വിരിയു നീ എൻ സ്വപ്നമായി, തെളിയുക പ്രിയമൊരു മധുമയ സൗരഭമായി. നെറുകയിലിളവയിൽ തഴുകിയ താമര മലരു പോലോ മനെ, തളരുമൊരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ. അരികിൽ നീ കൊഞ്ചും നാദമാ, മടിയിൽ നീ തങ്കത്താലമാ, പ്രിയമൊരു പുലരൊളി പുഞ്ചിരിയ. കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി, കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി. മാക്സിമം ഇങ്ങനെ മോളുകളിൽ പോകുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ വിശപ്പിൻ്റെ വിളി വരുന്ന സമയത്ത് വേറൊരു വഴിയുമില്ലല്ലോ. ഈ വെഗാസിറ്റി മോളിൽ നല്ല തിരക്കുമായിരിക്കും, ലിമിറ്റഡ് ചെയറുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ മീനാക്ഷി മോളിൽ അങ്ങനെയല്ല കേട്ടോ, തിരക്ക് വളരെ കുറവുമായിരിക്കും. പക്ഷെ എന്നാൽ നല്ലോണം സ്പേസ് ഉണ്ട്. ഇനിയും എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ള മീനാക്ഷി മോളാണ്. ഇത് ഞങ്ങൾ കുറേ നോക്കിയിട്ടാണ് ഞങ്ങൾക്കൊരു സ്പേസ് കിട്ടിയത് കേട്ടോ. മുന്നേ ഒക്കെ സിങ്കിനെയും കൊണ്ട് ഹോട്ടലിലേക്കൊക്കെ പോകുമ്പോൾ സുഖമായിരുന്നു, മിണ്ടാതിരുന്നോളും. ഇപ്പം അങ്ങനെയല്ല, അവനെല്ലാം വേണം, അവനെ
ഇറങ്ങണം, അങ്ങനെയൊക്കെയാണ്. എന്നാലും ഞങ്ങൾ അങ്ങനെ ഹോട്ടലിലേക്കുള്ള പോക്ക് കുറച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വിഘ്നേഷ് ചേട്ടൻ്റെ അച്ഛനും ഇത്തവണ വന്നപ്പോൾ അടക്കം ഞങ്ങൾ 4 ആഴ്ചയും 4 ഹോട്ടലുകളിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യണമെന്ന് തോന്നലുണ്ടെങ്കിലും എക്സ്ട്രാ പൈസ കൊടുക്കണം എന്ന് ആലോചിക്കുമ്പോൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ചെയ്യലില്ല. ഇനി സിങ്കി കുറച്ചും കൂടെ വലുതായിട്ട് ഇങ്ങനെയൊക്കെ അവന് ചെയ്യണം തോന്നുമ്പോൾ നമുക്ക് നോക്കാം എന്നുള്ളൊരു തന്നെ ഉള്ളൂ കേട്ടോ. മനതിൽ വർണ്ണങ്ങളായിരം തന്നെ വഴിയിൽ നമ്മൾ ചേർന്നിരുന്നില്ലേ എൻ്റെ